ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫോർ മാസ്റ്ററിലെ പുത്തൻ വീഡിയോയുമായി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പെയിൻറ്റിങ് ചാലഞ്ചുമായിട്ടാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ട് വയ്ക്കുക. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് രീതിയിൽ വരയ്ക്കണതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വരയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരുന്നായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ആദ്യം വയ്ക്കണത് ഇതാണ് ഗായ്സ്, ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതേപോലെ വരയ്ക്കണമെന്നാണ് നമ്മുടെ മിസ്റ്റർ അശ്വിൻ പറയുന്നത്. എന്തായാലും നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ടൈമാണ് 5 മിനിറ്റ് കൊണ്ടാണ് നമ്മളിത് വരയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ കളർ വേണമെങ്കിൽ അടിച്ചാൽ മതി. ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ ഗായ്സ്. അതാണ് ഇത്. ജയിക്കാത്തവർക്ക് പണിഷ്മെൻറ്റും ഉണ്ട് ഗായ്സ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നത് കമൻറ്റ് ബോക്സിൽ കൂടെ ആയിരിക്കും. കമൻറ്റ് ബോക്സ് ഇത് 3 റൗണ്ടാണ്. ഈ 3 റൗണ്ടിൽ ആരാണ് ജയിച്ചിട്ടുള്ളത് അവർക്കൊരു ഗിഫ്റ്റും, ആരാണ് വൃത്തികേടായിട്ട് വരച്ചിരിക്കുന്നത് അവർക്കൊരു പണിഷ്മെൻറ്റ് കാണും. അത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം, ആരാണ് നല്ല വൃത്തി വരച്ചതെന്നും ആരാണ് വൃത്തികേടായിട്ട് വരച്ചതെന്നും. അപ്പോൾ നമുക്ക് ടൈമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടൈമറിൽ തൊടാം. സ്റ്റാർട്ട് ചെയ്തു ഗൈസ്, നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വരയ്ക്കാൻ തുടങ്ങ്, സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. റബ്ബർ പോയാൽ പിന്നെ എടുക്കണം. ഗായ്സ്, അപ്പോൾ നമ്മൾ വരച്ച പടങ്ങൾ കാണിക്കാം. അത് നീ തന്നെ കാണിക്കൂ. ഗായ്സ്, ഇതാണ് ഞാൻ വരച്ച പടം. കളർ അടിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ആദ്യമേ പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അപ്പൊ ഗായ്സ്, ഇത് വരച്ചിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആവശ്യത്തിന് അധികം ഞാൻ വരച്ചു. എന്റെ അത്രയും ഫുൾ ആയില്ല. ഇവിടെ താഴത്തെ പാക്കേജ്ഡ് ഡ്രിങ്കിങ്ങിൽ വരെ എത്തിയതേ ഉള്ളൂ ഗായ്സ്. എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് ആരാണ്. എന്നിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാണില്ലേ ഗായ്സ്? അപ്പോൾ ഇതൊക്കെ 3 കാണില്ലേ ഇങ്ങനെ തന്നെ അടുപ്പിച്ച് ഗായ്സ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വരച്ച വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ജയിച്ചെന്ന് കമൻറ്റ് ഇടും, മനസ്സിലായോ? കമൻറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഗായ്സ്. എന്തായാലും ലാസ്റ്റ് പറയാം ഗായ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാം. ഗായ്സ്, ഇതൊക്കെയാണ് നമ്മൾ വരച്ച പടം. ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചത് ഗായ്സ്. അപ്പോൾ ഇതാണ് അടുത്ത പടം വരയ്ക്കാനുള്ളത്. എൻ്റെ ഫോണിൻ്റെതാണ് ഇത്. ഈ ഒരു ഭാഗം മാത്രമാണ് വരയ്ക്കാനുള്ളത്. കണ്ടല്ലോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ടൈമർ വയ്ക്കാൻ പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടീച്ചറാ ഇത് എടുക്കുമ്പോ നാളെ ഇതാണ് ഞാൻ വരച്ചത്. ഇതാണ് ഞാൻ വരച്ചത്. ഈ എമ്മിന് ഇത് പറ്റിയത് അപ്പു ഗൈസ് ഞാൻ എഴുതി വിളിച്ചപ്പോൾ
ഗൈസ് എന്തായാലും ഇതിലും എനിക്കൊന്നും കിട്ടൂല. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. അച്ചു, നീ എൻ്റെ അടുത്ത് ഒരു ഗൈസ് ഇതാണ് സെക്കൻഡ് റൗണ്ടിലെ ഡ്രോയിങ്ങിൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ റൗണ്ട് കുറച്ചും കൂടി ടഫാക്കാനാണ് നമ്മൾ പ്ലാനിങ്. എന്താവും ദൈവത്തിന് അറിയാവും, ദൈവത്തിനല്ല അച്ചുവിനെ അറിയാവും. അവ സാധനം എന്തോ ഒരു സംഭവം എടുക്കാൻ പോയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ സാധനം വരണവരെ വെയിറ്റ് ചെയ്യും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിലെ പടം വരയ്ക്കാനുള്ള സംഭവം. ഒബ്ജക്റ്റ്. യെസ്, ഈ ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു സൈഡ് ഭാഗം ഈ ഒരു സൈഡ് ഭാഗം മാത്രം മതി, വയറൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ പടം വരച്ച് കഴിഞ്ഞു. ഇതൊക്കെയാണ് പടങ്ങൾ. ഗൈസ്, എനിക്ക് കളർ അടിക്കാൻ സമയം കിട്ടിയില്ല, എന്നാലും ഞാൻ കുറച്ചൊന്ന് ശ്രമിച്ചിട്ടുണ്ട് നന്നായിട്ട് വരയ്ക്കാൻ. ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ വരച്ചത്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പ്ലീസ് എൻ്റെ പേരൊന്ന് പറയണം. മൂന്നാമത്തെ എൻ്റെ പേര് പറയണം. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ കമന്റ് ചെയ്യുക. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അങ്ങനെ കമന്റ് ചെയ്യുക. അടുത്തത് ഇത് തേർഡ് റൗണ്ടിലെ റിസൾട്ടാണ്. നിങ്ങൾക്ക് ഇത് ഏത് ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക 3 റൗണ്ടിലെയും വിന്നേഴ്സിനെ ആരൊക്കെ ഇഷ്ടപ്പെട്ടു, എന്തൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി പുതിയ ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.